ഹായ് എവരി വൺ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പൺ ക്ലോ എങ്ങനെ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ നമ്മുടെ ലോക്കൽ മെഷീനിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ക്ലോഡ് ബോട്ട് അല്ലെങ്കിൽ മോൾട്ട് ബോട്ട് എന്ന പേരിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഫോക്കസ് അതിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ പെട്ടെന്ന് എൻ്റെ സിസ്റ്റത്തിലുള്ള ഒരു ഫയൽ വേണം. സിസ്റ്റം എൻ്റെ അടുത്ത് ഇല്ലയെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ വാട്സപ്പ് എടുക്കുന്നു. വാട്സപ്പിൽ എനിക്കിപ്പോൾ ഒരു സി വി ആണ് വേണ്ടതെന്ന് വിചാരിക്കും. ഒരു സി വി അവൈലബിൾ ആണോ, ഡെസ്ക്ടോപ്പിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഈ സി വി അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടെങ്കിൽ ആ ഫയൽ ഉണ്ട് എന്ന് പറഞ്ഞ് റിപ്ലൈ വരുന്നു. അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ, ആ ഫയൽ എനിക്ക് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് എനിക്ക് ഫയൽ ഇവിടെ അവൈലബിൾ ആവും. ഈ ഫയൽ നോക്കിയിട്ട് എനിക്കിതൊന്ന് എഡിറ്റ് ചെയ്ത് തരണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ആ സെയിം ഫയൽ അത് എഡിറ്റ് ചെയ്ത് പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും തിരിച്ചയക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇതിന് ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ക്ലോയുടെ ഇൻസ്റ്റാളേഷനാണ്. നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്സുകൾ കിട്ടും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ലിനക്സിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് മാക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, വിൻഡോസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. മിന്റ് ലിനക്സിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ട് ലിനക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കിതൊരു ഓപ്പൺ സോഴ്സ് ആണ്. കൂടാതെ നമ്മളത് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സെർവറുകൾ എന്ന് പറയുന്നത് ലിനക്സിലാണ്. മറ്റ് സെർവറുകൾ അവൈലബിൾ ആണ് വിൻഡോസിലേക്ക്. പക്ഷേ നമുക്കിപ്പോൾ AWSലേക്ക് ആണെങ്കിലും ഏറ്റവും ചീപ്പർ ആയിട്ടുള്ളതും ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം പലപ്പോഴും ലിനക്സ് സെർവറുകളായിരിക്കും. അപ്പോൾ മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതേ സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്താൽ മതി. നമ്മളിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഓപ്പൺ ക്ലോയുടെ വെബ്സൈറ്റ് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴോട്ട് വെബ്സൈറ്റ് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ കോഡ്, ഇതിൻ്റെ ഒരു കോഡ് എഴുതിയിരിക്കുന്നത് കാണാം. എന്താണ് എഴുതിയിരിക്കുന്നത്? CURL എന്നോ കേൾ എന്നൊക്കെ വായിക്കാം. അപ്പോൾ കേൾ എന്നാണ് പൊതുവെ പറയാറുള്ളത്. അത് നമ്മൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു 1 സ്റ്റെപ്പിലൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഓപ്പൺ ക്ലോ പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഏതൊരു കാര്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് 2 സ്റ്റെപ്പുകൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് ലിനക്സിൽ. ആപ്റ്റ് അപ്ഡേറ്റ്, ആപ്റ്റ് അപ്ഗ്രേഡ്. ആദ്യം ചെയ്യുന്നത് സുഡോ ആപ്റ്റ് അപ്ഡേറ്റ്. പഴയതിലേക്കാണ് നിങ്ങൾ ട്യൂട്ടോറിയലിലേക്ക് നോക്കുമ്പോൾ സുഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്ന് കാണും. ഇതെല്ലാ സോഫ്റ്റ്വെയറുകളും പുതിയൊരു കാര്യം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നതാണ്. എന്താണിത്? നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള റെപ്പോസിറ്ററികളൊക്കെ നമ്മളെ പുതിയ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അപ്ഗ്രേഡ് എന്നുള്ളതാണ്. നമുക്ക് പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ 1-2 ദിവസമായിട്ടുണ്ടാവും അപ്ഡേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള പുതിയ സോഫ്റ്റ്വെയറിൻ്റെ പുതിയ ഡിപ്പെൻഡൻസീസിൻ്റെ ഒക്കെ അപ്ഡേഷൻസ് ഒക്കെ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരുപാട് ബഗ്ഗുകൾ ഫിക്സ് ചെയ്യുന്നു. ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ്സ് എടുക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ 2 സ്റ്റെപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ആണ് നമ്മുടെ പുതിയൊരു പ്രോഗ്രാം നമ്മുടെ ലിനക്സ് കമ്പ്യൂട്ടറിലോട്ട്, നമ്മുടെ ലിനക്സ് മെഷീനിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി റെഡിയായി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ദെൻ ഇൻസ്റ്റാളേഷൻ നടക്കുന്നു. അതിനുശേഷം നമ്മുടെ ഓപ്പൺ ക്ലോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ് നമ്മൾ അപ്ഗ്രേഡും അപ്ഡേറ്റൊക്കെ ചെയ്ത ശേഷം നമ്മളിത് കോപ്പി ചെയ്തു നമ്മളിത് കൊടുക്കുകയാണ്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷനും കൂടെ അതിൻ്റെ കൂടെ വരികയാണ്. ഇപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് SSL നോ ആൾട്ടർനേറ്റീവ് സർട്ടിഫിക്കറ്റ് സബ്ജക്ട് നെയിം മാച്ചസ് ടാർഗറ്റ് ഹോസ്റ്റ് നെയിം openclaw.ai എന്നുള്ളൊരു ഇറർ മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ഈ ഇറർ എന്ന് പറഞ്ഞാൽ SSL സർട്ടിഫിക്കറ്റ് മാച്ച് ചെയ്യുന്നില്ല എന്നാണ്. മേ ബി ടെമ്പറലി വെബ്സൈറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ഡൊമൈൻ നെയിം അവർ ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റിക്കൊണ്ടിരുന്നു. ഈ ഒരു DNS സെർവറിൽ പേര് മാറ്റുന്നു, അതിനനുസരിച്ച് SSL പറ്റി മാറ്റുന്നു. ഇതുകൊണ്ടൊക്കെ സെർവറിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഇത്. നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഇഷ്യൂ ഒരിക്കലുമല്ല. പക്ഷേ എന്ത് തന്നെ ആയാലും നമുക്കിപ്പോൾ ഇത് ആക്സസിബിൾ അല്ല. നമുക്ക് ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ വെബ്സൈറ്റിലോട്ട് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വൺ ലൈനർ മെത്തേഡാണ്. ഇനി നമുക്ക് മറ്റൊന്ന് NPM മെത്തേഡ് എന്ന് പറഞ്ഞ കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ NPM ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആദ്യം NPM വേണം. Node.js നമ്മുടെ കയ്യിൽ വേണം. എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. NPM എന്ന് പറഞ്ഞിട്ട് ആ കോഡ് അതുപോലെ എഴുതുകയാണ്. നിങ്ങൾ നോക്കും, നിങ്ങൾ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പെർമിഷൻ്റെ എററാണ്. അപ്പോൾ ഞാൻ സുഡോ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിൽ സുഡോ കൂടെ ചേർത്തത്, അതായത് അഡ്മിനായിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സുഡോ ചേർക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കും. ഞാൻ പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് ടൈപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നില്ല. ഓക്കെ,
അവിടെ ഇഷ്യൂ നിങ്ങൾ നോക്കൂ, നമ്മുടെ കയ്യിലുള്ള NPM വേർഷൻ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ പുതിയ വേർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. പുതിയ NPM ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. NPM എന്ന് പറഞ്ഞാൽ Node.jsന്റെ പാർട്ടായിട്ടുള്ളതാണ്. സോഫ്റ്റ്വെയർ പാക്കേജ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ OpenClaw ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നോഡിലായതുകൊണ്ടാണ് നമുക്ക് NPM ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ 22 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള നോഡിൻ്റെ വേർഷൻസ് ഉപയോഗിക്കണം നമ്മൾ, എന്നാൽ മാത്രമേ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് റൺ ആവുള്ളൂ, ഇൻസ്റ്റാൾ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് കറണ്ട് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അല്ല, നമുക്ക് അതൊന്ന് ആദ്യം അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ നമുക്ക് കേളാണ് ഉപയോഗിക്കുന്നത്, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഡിപ്പെൻഡൻസീസ് ഒക്കെ ചെയ്യുകയാണ്. അത് അത്യാവശ്യം സമയം എടുക്കുന്ന പരിപാടിയാണ്. 10 മിനിറ്റ്സെങ്കിലും ചിലപ്പോൾ എടുക്കാറുണ്ട്. ഇപ്പോഴാണ് ആക്ച്വലി നമ്മൾ OpenClaw ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മുടെ സിസ്റ്റം റെഡി ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മെത്തേഡ് വിട്ട് കളയാം, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന അത് നമുക്ക് വർക്കായില്ല. ദെൻ നമ്മൾ NPM ഉപയോഗിച്ചു. NPMൽ നമ്മൾ കറക്റ്റ് വേർഷൻ ആയിരുന്നില്ല, നോഡ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഏത് വേർഷൻ ആണെന്നുള്ളത്. നോഡ് മൈനസ് വേർഷൻ V എന്നടിക്കുമ്പോൾ 22.22 ഓക്കെ ആണ്. അതുപോലെ നമ്മുടെ NPM വേർഷൻ 10.9 വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് മതി. ഇത് നമുക്ക് ഈ ഒരു വേർഷൻ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പോയ പോലെ നമ്മൾ വെബ്സൈറ്റിൽ പോയി NPM മെത്തേഡിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. NPM-g OpenClaw എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. സെയിം ആ ഒരു കോഡ് ഇത് ചെയ്യുന്നു. NPM ഉപയോഗിച്ചിട്ട് നമ്മൾ OpenClaw ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇതിലും ഇതുപോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. NPM ഉപയോഗിച്ചിട്ട് ആ കംപ്ലീറ്റ് സോഴ്സ് കോഡ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുവേണ്ട ഡിപ്പെൻഡൻസീസ് എല്ലാം റെഡിയാക്കുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. പാസ്വേഡ് അടിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതൊന്ന് ലോഡ് ആവുന്ന ടൈമാണ്. ഡൗൺലോഡ് ആവുകയാണ്, അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ വാർണിംഗ് വലിയ കുഴപ്പമില്ല, നോർമലി ഉണ്ടാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. OpenClawയുടെ പാക്കേജ് നമ്മുടെ കയ്യിൽ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ഇത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഇതിനെ ഓൺബോർഡ് ചെയ്യണം. അപ്പോൾ ഓൺബോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുള്ള കോഡും കൂടെ ഈ സൈറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഞാനത് കോപ്പി ചെയ്യാണ്, ഓൺബോർഡ് എന്നുള്ളത്. അപ്പോൾ OpenClaw ഓൺബോർഡ് എന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ ഇനി ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും ഓൺബോർഡ് ചെയ്യുന്നത് ഈ രൂപത്തിലായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ. ഓൺബോർഡ് നടിച്ച് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ഓൺബോർഡ് ചെയ്യാൻ OpenClawയുടെ ആ വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വാർണിംഗ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച്. നമ്മൾ ഡാറ്റയൊക്കെ അക്സസ് ചെയ്യാം, എല്ലാം കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മളിത് യെസ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ യെസ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ക്വിക്ക് സ്റ്റാർട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാനുവലായിട്ട് ഓരോ കാര്യങ്ങൾ കോൺഫിഗർ ചെയ്തിട്ട് നമുക്ക് പോവാം. ക്വിക്ക് സ്റ്റാർട്ട് കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഒരു മോഡൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ജെമിനി, OpenAI, ജെമിനി. ഇവിടെ നോക്കും OpenAI, ആന്ത്രോപിക്, മിൻമാക്സ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടുന്ന് OpenAI സെലക്ട് ചെയ്യാണ്. OpenAI സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു API കീ നമ്മൾ എടുക്കണം. നമ്മൾ പെയ്ഡായിട്ട് API കീ വാങ്ങിക്കണം. ജെമിനി ആണെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. ഞാൻ OpenAI ഇപ്പോൾ സെലക്ട് ചെയ്തു, ബ്രൗസറിലേക്ക് പോവുകയാണ്. OpenAI API പ്ലേഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ OpenAI പ്ലാറ്റ്ഫോം വരും. OpenAI പ്ലേഗ്രൗണ്ട് എന്ന് അപ്ലൈ പ്ലാറ്റ്ഫോം എന്നൊക്കെ സെർച്ച് ചെയ്താൽ ഇത് വരും. പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണോ കയറിയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് പുതിയൊരു APK ഉണ്ടാക്കി ഇതിന് OpenClaw എന്ന് പേര് കൊടുത്തു. നേരെ തിരിച്ച് നമ്മുടെ OpenClawയുടെ സെറ്റിങ്സിൽ വരികയാണ്, ഓൺബോർഡ് വിൻഡോയിൽ വരികയാണ്. ആ ഒരു API ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ API ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുന്നത് ChatGPT അല്ലെങ്കിൽ OpenAI ആയിരിക്കും. എന്നിട്ട് അവിടെ നിന്നാണ് തീരുമാനിക്കുക. ഇനി നമ്മൾ ഇതുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാം എടുക്കാം, വാട്സപ്പുകൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് വാട്സപ്പാണ്. അതാണ് നമ്മളെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വാട്സപ്പിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പുമായിട്ട് ലിങ്ക് ചെയ്യണം. അതിന് വേണ്ടി QR കോഡ് കാണിക്കും. നമ്മൾ ഈ ഒരു ടെർമിനൽ വിൻഡോയിൽ തന്നെ QR കോഡ് വരും. ജസ്റ്റ് അത് സ്കാൻ ചെയ്ത് കൊടുക്കുക. വാട്സപ്പിൻ്റെ അകത്ത് QR കോഡ് ലിങ്ക് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതെടുത്ത് ഇവിടെ ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സ്കാൻ ചെയ്തു. ഓക്കെ, കറക്റ്റായി. നമ്മുടെ ഫോൺ നമ്പർ ഇതുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് നമ്പറിൽ നിന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇതേ നമ്പർ തന്നെ കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ നമ്പറിൽ തന്നെ എനിക്ക് ചാറ്റ് ചെയ്യാമല്ലോ. പേഴ്സണൽ ഞാൻ എന്ന് തന്നെ കാണിക്കാം. അല്ലെങ്കിൽ വേറൊരു നമ്പറും കൊടുക്കാം, മറ്റൊരു നമ്പറും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഈ സെയിം ഫോൺ നമ്പർ തന്നെ ഇവിടെ കൊടുക്കുകയാണ്. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഫോണിൽ നിന്ന് ഇതിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും അത്ര മാൻഡേറ്ററി അല്ല, പിന്നീട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് വേണം എന്നൊക്കെയാണ് ഇനി ചോദിക്കാൻ പോകുന്നത്.
അപ്പം നമ്മൾ ഫോൺ നമ്പർ കണക്ട് ചെയ്ത സ്ഥിതിക്ക് സ്കിൽസ് എന്നാണ് ചോദിക്കുന്നത്. സ്കിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് കാര്യങ്ങൾ വേണോ, അതായത് ഇമേജ് ജനറേഷനുമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളായിട്ട് കണക്ഷൻ വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ API ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ഞാനിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് മറ്റു ഡിപ്പെൻഡൻസീസ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. ആവശ്യമുള്ള പ്രോഗ്രാംസുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാണ്. നിങ്ങൾ സ്പേസ് ബാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും സെലക്ട് ചെയ്ത് പോകുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് അതിൻ്റെയൊക്കെ ഗൂഗിളിൻ്റെ API ചോദിക്കും. ഗൂഗിളിൻ്റെ API കിട്ടാൻ വേണ്ടി നമുക്ക് എവിടെയാണ് പോകേണ്ടത്? നമ്മൾ ഗൂഗിൾ AI സ്റ്റുഡിയോയിലേക്കാണ് പോകേണ്ടത്. ജെമിനി കണക്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് പേജിൽ ഓപ്പൺ AI കണക്ട് ചെയ്തില്ല. അവിടെ ഓപ്പൺ AIയുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോയി, പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നിടത്ത് പോയി. അതുപോലെ നിങ്ങൾ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നിടത്ത് നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗൂഗിളിൻ്റെ API കിട്ടുക. അത് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. AI സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാനത് എടുക്കുകയാണ്. API ക്രിയേറ്റ് ചെയ്തു. ആ API ഇവിടെ കൊടുത്തു. എന്നിട്ട് ഹുക്സ് അവൈലബിൾ ആക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സെഷൻ മെമ്മറി കാര്യങ്ങളൊക്കെ സേവ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറച്ചൊക്കെ ബൂട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഇത് ഓൺ ചെയ്ത് വരണം, ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്ത് വരണം. നിങ്ങൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഇത് നിങ്ങൾ ചെയ്യുന്ന ഇതിൽ വരുന്ന കമാൻഡുകളൊക്കെ ലോഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്യാൻ വേണ്ടി സ്പേസ് ബാറാണ്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിത് കമ്പ്യൂട്ടർ നെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഗേറ്റ് വേ ആണ് പിന്നീട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് ഇത് ത്രൂ ആയിരിക്കും, ഈ ഗേറ്റ് വേ ത്രൂ ആയിരിക്കും നമ്മുടെ മെസ്സേജുകൾ വന്ന് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് ആക്റ്റീവ് ആയി തുടങ്ങിയാൽ ഉടനെ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ഈ മെഷീൻ നമുക്ക് വാട്സപ്പിൽ നിന്ന് ലോകത്ത് എവിടെ നിന്നും ജസ്റ്റ് പ്ലെയിൻ ലാംഗ്വേജ്, പ്ലെയിൻ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഗേറ്റ് വേ സർവീസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. സിസ്റ്റം ലോഡായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്താണ് കോൺഫിഗർ ചെയ്യേണ്ടത്. നമുക്ക് വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്യാം. ഈ കാണുന്നത് ഡാഷ്ബോർഡാണ്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇനി ഈ സിസ്റ്റം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജിലൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളിത് എക്സാക്ട് സെയിം സ്റ്റെപ്പുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും സ്റ്റെക്ക് വരികയാണെങ്കിൽ, ഡൗട്ട് വരികയാണെങ്കിൽ അത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക.